എൻ്റെ പേര് ടിൻറ്റു, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോബി. കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഇതുപോലെ സംസാരിക്കാൻ സൗണ്ടില്ലായിരുന്നു. തുടക്കം എന്ന് പറയുന്നത് 2022 ഡിസംബർ മാസം എൻ്റെ കഴുത്തിന് ഒരു നീര് പോലെ വന്നു. അത് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നീരാണ്, കുഴപ്പമൊന്നുമില്ല. അന്ന് 2 ആഴ്ചത്തേക്ക് ആൻറ്റിബയോട്ടിക് തന്നു. ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ടും നീര് മാറുന്നില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും തൈറോയിഡിൻ്റെ അകത്തൊരു നോഡ് പോലെ കാണുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല, ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഫോളോ അപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ബയോപ്സി ചെയ്തേക്കാം, കുഴപ്പമൊന്നുമില്ല, ബയോപ്സി ചെയ്തേക്കാമെന്ന് പറഞ്ഞു. ബയോപ്സി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് കുത്തിയെടുത്ത് വെള്ളം വിടുന്നതാണ്. അങ്ങനെ കുത്തിയെടുത്ത് വിട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ കുഴപ്പമുണ്ട്, അപ്പോൾ തൈറോയിഡിൻ്റെ ഒരു വശം എടുത്ത് കളഞ്ഞ് നോക്കാം, അതിനകത്ത് ബയോപ്സി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്കും പറഞ്ഞു പാപ്പിലറി കാർസിനോമയാണ്, ക്യാൻസറാണെന്ന് പറഞ്ഞു. അതിലേറെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ എൻ്റെ സൗണ്ട് നഷ്ടമായി, സംസാരിക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, കുട്ടികളോട് സംസാരിക്കാൻ ഞാൻ ആകെപ്പാട് ഡിപ്രഷനിലായി പോയി. സൗദി അറേബ്യയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ ഡിപ്രഷനായിട്ടിരുന്നപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ കൃപാസനത്തിലെ വലിയ ഭക്തിയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒന്നും കണ്ട് ഭാരപ്പെടണ്ട, ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ട്, മോളുടെ എല്ലാം നേരെയാകുമെന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരൻ എനിക്കൊരു കൊന്ത തന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചി ഇവിടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് കൊന്ത കിട്ടിയേ, നീ ഒരു കാര്യം ചെയ്യുക, ബാക്കി ട്രീറ്റ്മെൻറ്റിന് നാട്ടിലേക്ക് കയറി വാ, സൗദി അറേബ്യയിൽ നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നിനക്ക് നാട്ടിൽ വന്ന മാർച്ച് ആദ്യത്തെ ആഴ്ച തന്നെ ഡേറ്റ് കിട്ടും ഓപ്പറേഷൻ, നീ ധൈര്യമായിട്ട് കയറി വരാൻ പറഞ്ഞു. പക്ഷെ എന്നിട്ട് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. ഞാൻ കയറി വന്നു, എറണാകുളം ലൂർദി പോയി കാണിച്ചു. അന്നേരം എനിക്ക് സൗണ്ടൊന്നുമില്ല സംസാരിക്കാൻ. ലൂർദി പോയി കാണിച്ചപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരാഴ്ച ഞങ്ങളുടെ സമയം തരാമോ ഓപ്പറേഷന്, കാരണം കണ്ടിന്യൂസ് ചുമയാണ്, വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമയം തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ നേരെ നോക്കി പറഞ്ഞു മോളുടെ സൗണ്ട് ജീവിതകാലത്ത് തിരിച്ചു വരത്തില്ല, മോളുടെ ചുമയെ മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ലല്ലോ ഡോക്ടറെ, ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തിൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്തിലൂടെയും എനിക്ക് എൻ്റെ സൗണ്ട് നേരെയായി, എല്ലാം ഓക്കെ ആയി. ഇപ്പം സംസാരിക്കാം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് പൈൽസിൻ്റെ അസുഖമാണ്. എനിക്ക് പൈൽസിൻ്റെ അസുഖം എപ്പോഴും ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ എണ്ണ പറ്റി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ വർഷമാണ് എനിക്ക് പൈൽസ് വന്നത്, അതിനുശേഷം വന്നിട്ടില്ല. പിന്നെ എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണം, വളരെയേറെ തടസ്സങ്ങളായിരുന്നു ഭവന നിർമ്മാണത്തിന്. ഭവനം നിർമ്മിക്കാൻ സ്ഥാനക്കാരനെ കൊണ്ടുവരും, അത് മാറിപ്പോവും, അങ്ങനെ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു. അപ്പം ഞാൻ ഏപ്രിൽ 28 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ സൗണ്ടിൻ്റെ കൂടെ തന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ആങ്ങളയുടെ ഭവന നിർമ്മാണമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ കാശ് രൂപം അവിടെ സ്ഥലത്തിനകത്ത് കൊണ്ട് 4 മൂലയിലിട്ടു. ഇപ്പം ഭവനം നിർമ്മിച്ചു. ഈ ദൈവം അനുഗ്രഹിച്ചാൽ ഈ മാസം 18-ാം തീയതി പെരകുദാശയാണ്. പിന്നെ വേറൊരു അത്ഭുത സാക്ഷി എന്ന് പറയുന്നത് നിങ്ങളൊക്കെ കേട്ട് കാണുമായിരിക്കും, സൗദി അറേബ്യയിൽ ഒരു സിസ്റ്ററിന് ആക്സിഡൻ്റ് ആയായിരുന്നു, പേര് ഞാൻ പറയുന്നില്ല. അപ്പോൾ സിസ്റ്റർ വെൻറ്റിലേറ്ററിലായിരുന്നു, രക്ഷപ്പെടുമെന്ന് ആരും പറഞ്ഞതല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിന് കിട്ടി ഉടമ്പടി കിട്ടിയ ലോക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ആ സിസ്റ്ററെ അടുത്ത് പോയി കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവരും ചോദിക്കും നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കും. പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട്. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ സിസ്റ്റർ ഡിസ്ചാർജായി വീട്ടിൽ പോയി. ഡോക്ടർമാർ പോലും പറഞ്ഞാണ് പോകത്തില്ല എന്ന്. പിന്നെ അതിലൂടെ എൻ്റെ ജീവിതത്തിൽ മാതാവിനെ ഏറ്റു വിശ്വസിച്ചൂടെ വളരെയേറെ അത്ഭുതങ്ങൾ വന്നു. ഒന്നാമത്തെ തന്നെ എൻ്റെ ശബ്ദമാണ്. കാരണം ലൂർദിലെ ഡോക്ടർ എൻ്റെ നേരെ നോക്കി പറഞ്ഞതാണ് മോളുടെ ശബ്ദം ഒരിക്കലും നേരെ വരത്തില്ല എന്ന്. പിന്നെ വേറൊരു അത്ഭുത സാക്ഷി എന്ന് പറയുന്നത് ഞാൻ ലൂർദിൽ റിപ്പോർട്ട് കിട്ടിയപ്പോൾ എനിക്ക് മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞ് കിട്ടിയത്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ അറിയാം, രോഗം എല്ലായിടത്തും പടർന്നെന്ന്. അങ്ങനെ കണ്ണുനീരോടെ ഇവിടെ വന്നിന്ന് ഞാൻ ആ റിപ്പോർട്ട് മേടിച്ചുകൊണ്ട് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് അങ്ങനെയാണ്. ഇവിടെ വന്ന് നിന്നപ്പോൾ 5:30 ആയി, കൃപാസനം എല്ലാവരും പോയി. അപ്പം ഞാൻ അവിടുത്തെ സ്റ്റാഫ് റിൻസി ചേച്ചീനെ കണ്ടു. അപ്പോൾ ചേച്ചി പറഞ്ഞു മോളെ കണ്ടപ്പോൾ എനിക്ക് നന്നായിട്ട് അത്ഭുതം,
സൗഖ്യം കിട്ടിയതായിട്ട് തോന്നുക. മോൾ പോയി പ്രാർത്ഥിച്ചിട്ട് വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. മോൾക്ക് സൗഖ്യം കിട്ടും, മോൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. എൻ്റെ സൗണ്ട് പരിപൂർണ്ണ നേരെയായി. ഡോക്ടർമാർ പറഞ്ഞതാണ് തിരിച്ചു വരത്തില്ല എന്ന്. എൻ്റെ ഇതിൽ റിപ്പോർട്ടുണ്ട്. എൻ്റെ വോക്കൽ കോഡ് പാരലൈസാണ്. ഡോക്ടേഴ്സിന് പോലും അറിയത്തില്ല സൗണ്ട് എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഇന്ന് ഞാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, മോള് തന്നെയാണോ സംസാരിക്കുന്നത്, മോളുടെ വോക്കൽ കോഡ് പാരലൈസാണ്, പിന്നെ എവിടെ നിന്നാണ് മോൾക്ക് ഈ സൗണ്ട് വരുന്നതെന്ന്. ഡോക്ടർമാർക്ക് പോലും അതിശയമാണ്. പിന്നെ ഇന്ന് ആക്ച്വലി ഇവിടെ വരാനിരുന്നതല്ല, ഞാൻ ലൂർദിൽ ഫോളോ അപ്പിന് വന്നതാണ്. ഫോളോ അപ്പിന് വന്നു. അപ്പോൾ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ്, ഞങ്ങൾ വെക്കേഷന് വന്നത് ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകാം, പിന്നെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ 3 പ്രാവശ്യം കൃപാസനത്തിൽ വന്നിട്ടുണ്ട്, ഉടമ്പടി എടുത്തതും കൂടെ കൂട്ടി. പക്ഷേ ഇതുവരെ അച്ഛനെ ഒന്ന് കാണാനോ ഒരു ബ്ലെസ്സിങ്സ് മേടിക്കാനോ എനിക്ക് അനുഗ്രഹം ഉണ്ടായിട്ടില്ല. പലപ്പോഴും വരും, അത് മാറിപ്പോകുമായിരുന്നു. അപ്പോൾ എന്നോട് എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു, നിനക്ക് ദൈവനിയോഗം ഉണ്ടെങ്കിൽ നിനക്ക് അച്ഛനെ കാണാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇന്ന് ഞാൻ അച്ഛനെ കണ്ടു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്നെ ഹസ്ബൻഡിനെ അച്ഛൻ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ വരാനും സാക്ഷ്യം പറയാനുള്ള സമയമാണ്, ഇനി നമ്മളതിന് എന്തുവാ വിചാരിക്കരുത്, ലേറ്റ് വിചാരിക്കരുതെന്ന് പറഞ്ഞു ഇവിടെ വന്നപ്പോഴായാലും സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയില്ല. കാരണം ഒത്തിരി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. നമുക്കതിനുള്ള ഇത് തരുമെന്ന് അറിയത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ നിയോഗം എന്നോണം എനിക്ക് സാക്ഷ്യം പറയാനുള്ള അവസരം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത മാതാവിന് 1000 കോടാനുകോടി നന്ദി. കാരണം എനിക്കിതിനുള്ള യാതൊരു യോഗ്യതയില്ല.